ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. മറ്റൊരു വർഷത്തിൻ്റെ ആദ്യ ദിനങ്ങൾ തന്നെയാണ് നമ്മളിപ്പോഴും. പോയ വർഷം അത്ര ഭേദപ്പെട്ടതായിരുന്നില്ല. ലോകം വല്ലാതെ നിശ്ചലമായി പോയി. കുറേ അധികം ആശങ്കകൾ, ദാരിദ്ര്യത്തിൻ്റെ ഒരു കാറ്റ് ഭൂമിയിലെമ്പാടും വീശി. പിന്നെ കുറേ അധികം വിയോഗങ്ങളാണ്, ഉറ്റവരെ വിയോഗങ്ങളാണ്. ഭൂമി അതിൻ്റെ ഭ്രമണം തുടർന്ന് കണക്ക്. എന്നിട്ടും ഇത്രയും സെറ്റ് ബാക്കിനിടയിലും നമുക്ക് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റും. 3 ഘടകങ്ങളാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയെ നിർണ്ണയിക്കുന്നതെന്ന് സെൻറ്റ് പോൾ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നിങ്ങളൊരു ആത്മകഥ എഴുതുമ്പോൾ ആ ആത്മകഥയ്ക്ക് 3 അധ്യായങ്ങളെ പാടും. 1, നിങ്ങൾ ജീവിച്ച, നിങ്ങൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്തും പ്യൂരിഫൈ ചെയ്തുമൊക്കെ എടുത്ത ആ സ്നേഹജീവിതം. 2, നിങ്ങൾ അഗാധമാക്കിയ വിശ്വാസത്തിൻ്റെ പേരുകൾ. 3, അതിൽ നിന്നുണ്ടായ ഒരു സുഗന്ധം, ഹോപ്പ്. 3 അധ്യായങ്ങളിലേക്ക് ഒരാളുടെ ജീവിതം ചുരുങ്ങുമ്പോൾ അയാൾ വിളിക്കുന്ന വാക്കാണ് സെയിൻറ്റ്. നമ്മളൊക്കെ ആസ്പയർ ചെയ്യുന്നൊരു വാക്കാണ്, നമ്മൾ ബെഞ്ച് മാർക്കായിട്ട് വെക്കുന്നൊരു വാക്കാണ്. നാമകരണ പ്രക്രിയ എന്നൊരു രീതി കാത്തലിക് ചർച്ചിലുണ്ടെന്ന് നമുക്കറിയാം. ദീർഘമായ പ്രോസസ്സാണ്. ഒരാളെ പുണ്യവാനായിട്ട് കണ്ടെത്തുകയോ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഒക്കെ ആ ദീർഘമായ പ്രക്രിയയിൽ അകപ്പാട് ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് ഈ 3 കാര്യങ്ങൾ: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. എത്ര അഗാധമായിട്ട്, എത്ര ഹീറോയിക്കായിട്ട് ആൾ ജീവിച്ചെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ അത്ഭുതങ്ങൾ കൊണ്ടാണ് ഒരാളിങ്ങനെ പുണ്യവാനായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. അത് ആ പ്രക്രിയയുടെ ഏറ്റവും ഒടുവിലത്തെ ചൂട് മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ നേരിട്ടും അല്ലാതെയുമൊക്കെ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട മനുഷ്യരിൽ നിന്ന് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ജീവിച്ചതിനുള്ള തെളിവുകൾ അന്വേഷിക്കുക, സാക്ഷ്യം അന്വേഷിക്കുക. അപ്പോൾ ജീവിതം കുറച്ചുകൂടി കൺവേർജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, കുറച്ചുകൂടി ട്രിം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ 3 പദങ്ങളിലേക്ക് ജീവിതം കുറച്ചുകൂടി ഭംഗിയുള്ളതായിട്ട് ചുരുക്കട്ടെ. ഫെയ്ത്ത്, ഹോപ്പ്, ലവ്. നമുക്ക് ഈ ഒരു പുതുവർഷ വിചാരത്തിൻ്റെ ഭാഗമായിട്ട് ഹോപ്പ് എന്ന് പറഞ്ഞൊരു പദം വിശേഷിച്ചും കുറേ അധികം പ്രതീക്ഷയ്ക്ക് വിഘാതമായിട്ട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ആ പദത്തെ കുറച്ച് ഗൗരവമായിട്ടെടുക്കാം. എന്തിനി അവശേഷിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത്. നിക്കോസ് കസൻസാക്കിസിൻ്റെ ആത്മകഥയിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നൊരു ഭാഗമുണ്ട്. ആ ദേശത്തിൻ്റെ, ക്രീറ്റ് എന്ന് പറയുന്നൊരു ദ്വീപാണ്. ആ ദ്വീപിലെ ക്രിസ്ത്യൻ അവർ ജീവിക്കുന്നത് ഇങ്ങനെ മുന്തിരി കർഷകരാണ്. മുന്തിരിയിൽ നിന്ന് വീഞ്ഞുണ്ടാക്കി, അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് എന്ന് പറയുന്നത്. വ്യാപാരവും കൃഷിയുമൊക്കെ അതിനെ ആധാരമാക്കിയ. ആ ആഗസ്റ്റ് മാസം അവർക്ക് നല്ല കൊയ്ത്തുണ്ടായിരുന്നു. നല്ല വെയിലുള്ളൊരു ദിവസം ഈ മുന്തിരിക്കുലകളൊക്കെ മണൽപ്പരപ്പിൽ ഉണങ്ങാനായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഓരോരുത്തരും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്തിങ്ങനെ മഴക്കാർ കൂടി. വലിയ പേടി ഉള്ളിലോട്ട് വരുന്നത്. അപ്പോൾ സ്ത്രീകൾ ചിലർ പറഞ്ഞു, ഒന്നും ദൈവമാതാവ് അനുവദിക്കില്ല, കാരണം അന്നൊരു മേരിയുടെ തിരുനാളായിരുന്നു. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുത്തിനിന്ന് ഒരു മഴ പെയ്ത്ത് ആരംഭിക്കുന്നു. ഒരു വർഷത്തെ മുഴുവൻ അവരുടെ അധ്വാനം, ഒരു വർഷത്തെ അവരുടെ മുഴുവൻ സ്വപ്നം, അവരെന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആ മൂലധനം ഇങ്ങനെ കടലിലേക്ക് ഒഴുകിപ്പോയി. ചെറിയ ദ്വീപ് ക്രീറ്റ്. ഗ്രാമം മുഴുവൻ ഇങ്ങനെ മനുഷ്യരുടെ നിലവിളികളും ആക്രോശങ്ങളും ശാപവാക്കുകളും. അതിൻ്റെ ഇടയിൽ തൻ്റെ അപ്പൻ ഇതിനെങ്ങനെ അഭിമുഖീകരിക്കുന്ന അറിയാനായിട്ട് ഇയാൾ അപ്പൻ്റെ തോട്ടത്തിലേക്ക് ഓടി ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ മുട്ടോളം വെള്ളത്തിൽ ഈ മനുഷ്യൻ നിൽപ്പുണ്ട്. കൊച്ച് നിക്കസ് ഉറക്ക നിലവിളിക്കുകയാണ്, അപ്പ നമ്മുടെ മുന്തിരിയെല്ലാം പോയി. അപ്പോൾ അപ്പൻ പറയുന്ന ഉത്തരം ഏതാണ്ട് ഈ അർത്ഥം വരുന്നതാണ്: മിണ്ടാതിരിടാ, പോഴാ, നമ്മളിവിടെയൊക്കെ തന്നെയുണ്ട്, വി ആർ ഹിയർ. നമ്മൾ ബാക്കിയുണ്ട് എന്നുള്ളത് കൊച്ചു കാര്യമല്ല. വാസ്തവത്തിൽ അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളുള്ളിടത്തോളം കാലം, നമ്മുടെ ഇച്ഛാശക്തി ഉള്ളിടത്തോളം കാലം, നമ്മുടെ മീതെ തമ്പുരാൻ്റെ പൊൻകരങ്ങളുള്ളിടത്തോളം കാലം, നമ്മെ ചേർത്ത് നിർത്താനായിട്ട് ബന്ധങ്ങളുള്ളിടത്തോളം കാലം നമ്മൾ ഏത് പ്രതിസന്ധിയും അഭിമുഖീകരിക്കും, എന്തിനേയും നമ്മൾ അതിജീവിക്കും.
അതിജീവനത്തിൻ്റെ ചില ഭംഗിയുള്ള പാഠങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് കണ്ടെത്തി നമ്മൾ കൊച്ചുമക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട വൈകിയ മുഹൂർത്തം കൂടിയാണിത്. വേദപുസ്തകം ജീവനകല മാത്രമല്ല, അതിജീവനകല കൂടി പഠിപ്പിക്കുന്ന പുസ്തകമാണ്. ഒരു സർവൈവൽ എന്ന് പറയുന്നൊരു ഘടകമുണ്ട്. വിശേഷിച്ച് ഓടായ സിറ്റുവേഷൻസിൽ, അഡ്വേഴ്സായ സിറ്റുവേഷൻസിലൊക്കെ എങ്ങനെയാണ് കുറുകെ കടക്കുക, എങ്ങനെയാണ് തലമുങ്ങാതെ സൂക്ഷിക്കുക എന്നുള്ളതൊക്കെ ഈ ചെറിയ കാര്യമല്ല. മനസ്സിലേക്ക് വരുന്ന ഒന്ന് രണ്ട് അതിജീവന വിചാരങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒന്ന്, ഇച്ഛാശക്തി ബലപ്പെടുത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള. വേദപുസ്തകത്തിൽ വളരെ ഗൗരവമായ ഒരു ഇടപെടൽ നടത്തുന്നതിനേക്കാൾ മുമ്പേ യേശു എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടോ? യു വിൽ ഇറ്റ്? 38 സംവത്സരം ആയിട്ട് ഇങ്ങനെ കുളിപ്പടവുകളിൽ, തീർത്ഥപ്പടവുകളിൽ കാത്തു കിടക്കുന്ന മനുഷ്യനോട് പോലും യേശു ആഗ്രഹിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഒരു സാധാരണ ബോധത്തിൽ നമ്മൾ വിചാരിക്കും, തളർന്നു കിടക്കുന്നൊരു മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് അയാൾ ആശിക്കുന്നത്? എന്നാൽ മനുഷ്യൻ്റെ ഹൃദയവ്യാപാരങ്ങളെക്കുറിച്ച് ധാരണയുള്ള ഒരാളുടെ പേരാണ് യേശു. വേദപുസ്തകത്തിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ ആഘാതം കണ്ടു, അതുകൊണ്ട് അവൻ മനുഷ്യരിൽ വിശ്വസിച്ചിരുന്നൊരു വാക്ക് പറയുന്നുണ്ട്. അവരുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നല്ല നിശ്ചയമുള്ളത് കൊണ്ട് ഒരു പക്ഷേ യേശു കരുതുന്നുണ്ടാകും, 38 വർഷമായിട്ട് ഈ പടവിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ഇതുമായിട്ട് വളരെ കൃത്യമായിട്ട് ആ ഒരു ഫാക്റ്റിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. പുറത്ത് കിടക്കാനുള്ള അയാൾ ഇച്ഛാശക്തി തന്നെ തീരെ ഇല്ലാതായിട്ടുണ്ടാവാം. അയാൾ പരമാവധി പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ തണുപ്പ് കൊള്ളാതെ കിടക്കാൻ ഒരു ബ്ലാങ്കറ്റ് ആണെങ്കിലോ. അപ്പോൾ അയാളുടെ ഇച്ഛാശക്തി ഉണർത്തുക എന്നുള്ളതാണ് പ്രധാനം. ഇതിനകത്തുനിന്ന് പുറത്ത് കടന്നേ പറ്റും. ഇന്ന് ഈ പോസിറ്റീവ് റീഡിങ്ങുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കുറേ അധികം പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. കുറച്ച് ഇങ്ങനെ ക്യാരിഡ് ഓഫ് ആണ്. ഒത്തിരി അവർ പറയുന്ന ആശയങ്ങൾക്കകത്ത് അവരിങ്ങനെ അതിനെ കുറേ അധികം പൊലിപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനകത്തൊരു കുഞ്ഞ് ത്രെഡ് കിടക്കുന്ന ഇങ്ങനെയാണ്, നമ്മൾ ഇച്ഛിക്കുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതി നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ കരുതി വെക്കുന്നു. ഒരു കുട്ടി ഇങ്ങനെ പഴമരത്തിലേക്ക് നോക്കി ഇങ്ങനെ കൈ ഉയർത്തുന്നതനുസരിച്ചിട്ട് കുട്ടിയുടെ കൈ മാത്രമല്ല ഉയരുന്നത്, മറിച്ച് വൃക്ഷത്തിൻ്റെ ചില്ലയും കൂടി താഴുന്നുള്ളൊരു സങ്കല്പം. ചില കാര്യങ്ങൾ നമ്മുടെ ഇച്ഛാശക്തിക്ക് നിരക്കുന്ന മട്ടിൽ പ്രപഞ്ചം രൂപീകരിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളൊരു സങ്കല്പം. ജോബിൻ്റെ കാര്യത്തിനകത്തൊക്കെ ജോബിന് ദുരന്തം സംഭവിച്ചപ്പോൾ ജോബ് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ഭയപ്പെട്ടത് സംഭവിച്ചു. വസ്തുതയിൽ മനുഷ്യർ ഭയപ്പെടുന്ന കാര്യങ്ങളാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ ഭയത്തിന് കുറുകെ കടക്കാൻ പറ്റുന്ന ഗുണപരമായ ചില കാര്യങ്ങളെ ഇച്ഛാശക്തി രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം. രണ്ട്, നമ്മൾ ഈ ആരംഭത്തിൽ സൂചിപ്പിച്ച കണക്ക് ഇനി എന്ത് അവശേഷിക്കുന്നുണ്ടെന്ന് ഒന്ന് കണ്ടെത്താനായിട്ട് പറ്റണം. കൊയ്ലോ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹം ഒരു ഫ്രാൻസ്കൻ മങ്കൂടിയാണ്. അങ്ങനെ ഫ്രാൻസിസെക്കുറിച്ച് വളരെ ഭംഗിയുള്ളൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ മനുഷ്യൻ ചിത്രകാരനാണ്, ക്യാമറമാനാണ്, മ്യൂസീഷ്യനാണ്. ഒരു കാലത്ത് ഇയാളുടെ ജീവിതം ഇനി ക്യാമറയിൽ തന്നെ കുരുങ്ങിപ്പോയൊരു കാലമുണ്ടായിരുന്നു. അന്ന് ഈ ക്യാമറ എന്ന് പറയുന്ന പഴയ കാലമാണ്, വളരെ വിലപിടിപ്പുള്ളതായിരുന്നു. അദ്ദേഹം ഒരു ചിത്രം എടുക്കാനായിട്ട് ഇങ്ങനെ വടക്കേ ഇന്ത്യയിൽ സഞ്ചരിച്ച് വരുന്ന വഴിക്ക് ട്രെയിനിൽ വെച്ച് ഈ മനുഷ്യൻ്റെ ആ ക്യാമറ കളഞ്ഞുപോയി, അതിൻ്റെ എല്ലാ ആക്സസറീസും ഉൾപ്പെടെ. ഇത് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു നഷ്ടമാണ്. കാരണം അന്ന് ക്യാമറയ്ക്കൊക്കെ ഭീകര വിലയുണ്ടായിരുന്നൊരു കാലമാണ്. ഇയാൾക്ക് കൂട്ടിയാൽ കൂടാവുന്ന കാര്യമല്ല മറ്റൊന്ന് വാങ്ങുക എന്നുള്ളത്. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി പുറത്തേക്ക് വരുമ്പോഴേക്കും ഈ ക്രിസ്റ്റഫർ കൊയ്ലോയ്ക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യമുണ്ട്, ഇതൊരിക്കലും തന്നെ ഇങ്ങനെ കിട്ടാൻ പോകുന്നില്ല. വളരെ പരിക്ഷീണിതനായിട്ട് ഈ മനുഷ്യൻ തൻ്റെ മുറിയിൽ ഇങ്ങനെ കൂനിപ്പിടിച്ചിരിക്കുമ്പോൾ അയാൾ ശ്രദ്ധിച്ചു, ഇതേ മുറിക്കകത്ത് തന്നെ ഇയാൾ കുറേ അധികം കാലമായിട്ട് വായിക്കാത്ത ഗിത്താറുണ്ട്, അതിൻ്റെ തന്ത്രികളൊക്കെ അയഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ വായിക്കാമെന്ന് കരുതി വെക്കുന്ന, അങ്ങനെ ശേഖരിച്ച് ഇനിയും തുറക്കാത്ത പൊടിപുരണ്ടിരിക്കുന്ന പുസ്തകങ്ങളുണ്ട്. അങ്ങനെ കുറേ അധികം ഘടകങ്ങളുണ്ട്. അയാളുടെ പാലറ്റിൽ വർണ്ണങ്ങളൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നു. കാരണം കുറേ കാലമായി അതിനകത്തൊരു തുള്ളി വെള്ളം വീഴ്ത്തിയിട്ട് അയാൾ ബ്രഷ് ഉപയോഗിച്ച് തന്നെ ചാലിച്ചിട്ട്. അപ്പം ഇത്രയും ഘടകങ്ങൾ തൻ്റെ ചെറിയ മുറിക്കകത്തുണ്ട്. വായിക്കാനുള്ള പുസ്തകങ്ങളുണ്ട്, ചിത്രം വരയ്ക്കാനുള്ള ക്യാൻവാസുണ്ട്, ഗിത്താർ വായിക്കാനായിട്ടുള്ള ഗിത്താറുണ്ട്. അയാൾ അയാളുടെ കയ്യിലേക്ക് നോക്കിയിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ക്യാമറ മാത്രമേ പോയിട്ടുള്ളൂ, വിരലുകൾ ഇപ്പോഴുണ്ട്. എന്തോ ചില കാര്യങ്ങൾ ബാക്കിയാവുന്നുണ്ട്. ഏത് ദുര്യോഗത്തിന് ശേഷവും എന്തോ ചില കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏത് പ്രളയത്തിന് ശേഷവും
ഒരു നൗക ഇപ്പോഴും നോഹയുടെ പേടമെന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഭാരതീയ പുരാണത്തിനകത്ത് ഇങ്ങനെ വലിയ പ്രളയങ്ങൾക്ക് ശേഷവും ഇങ്ങനെ ആലിലയിൽ ഒരു കുഞ്ഞിങ്ങനെ മയങ്ങുന്നുണ്ട്. എന്തോ ഒന്ന് എല്ലാ ദുര്യോഗങ്ങൾക്ക് ശേഷം അവശേഷിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും കഠിനമായ സമ്മർദ്ദങ്ങളിൽ കടന്നു പോകുന്നതുകൊണ്ട്, ഇത്രയും ട്രോമാറ്റിക്കായി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അവയിലേക്ക് നോക്കാനായിട്ടുള്ള പ്രകാശം കിട്ടുന്നില്ല. വാസ്തവത്തിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ഇനി അവശേഷിക്കുന്ന കാര്യങ്ങളെ എത്ര ഭംഗിയായിട്ടും എത്ര കുലീനമായിട്ടും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള. രണ്ടാമത്തെ അത് തന്നെയാണ്. ഇനി എന്ത് അവശേഷിക്കുന്നു എന്നുള്ളത് കുറച്ചുകൂടി അന്വേഷിക്കുക. നിങ്ങളുടെ കൈവശം എന്തുണ്ട്? വേദപുസ്തകത്തിൽ ഏറ്റവും ഭംഗിയുള്ളൊരു വരിയാണല്ലോ അത്. ഒരു കുട്ടി പറയുന്നു, എൻ്റെ കൈവശം 5 അപ്പക്കഷ്ണങ്ങളുണ്ട്. ഈ 5 അപ്പക്കഷ്ണങ്ങളിൽ നിന്നാണ് 2000 സഹസ്രാബ്ദമായിട്ട് മനുഷ്യർ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന 5000 പേര് ഭക്ഷിച്ച കഥ ആരംഭിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ അപ്പക്കഷ്ണങ്ങളും നിങ്ങൾ കരുതി വെക്കുന്ന കാര്യങ്ങൾക്കകത്തുനിന്ന് കുറച്ച് കവിതയും തലക്കുമീത് അവിടുത്തെ പൊൻകരവും ഉണ്ടെങ്കിൽ വലിയ അത്ഭുതങ്ങൾ രൂപപ്പെടുത്താനായിട്ട് അവിടത്തേക്ക് ഇനിയും പറ്റും. ഒന്നാമതായിട്ട് ഈ ഒരു പ്രത്യാശയോടെ ഒരു നാളം അണയാതെ സൂക്ഷിക്കാനുള്ള. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്നൊക്കെ നമ്മൾ എത്രയോ ഇടങ്ങളിൽ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഏകദേശം 3000-ഓളം ശുഭകരമായ ആശീർവാദങ്ങൾ വേദപുസ്തകത്തിലുണ്ടെന്നൊക്കെയാണ് വേദപുസ്തകം പഠിച്ച് ജോൺ ബനിയൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഗ്രന്ഥകർത്താവ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് സംഖ്യയിലെ ഒരു വരിയാണ്, വ്യാജം പറയാനായിട്ട് ദൈവം മനുഷ്യനല്ല. അവിടുന്ന് ശുഭകരമായ വാഗ്ദാനങ്ങൾ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ കാലവും നാളത്തെ പ്രഭാതവും ഒക്കെ കുറേ കൂടി നല്ലത് തന്നെ ആയിരിക്കും. മൂന്നതാണ് അവനവൻ്റെ പ്രത്യാശയുടെ തിരുനാളത്തെ ഇങ്ങനെ അണയാതെ സൂക്ഷിക്കുക എന്നുള്ള. പണ്ടിങ്ങനെ ഒരാളെ രാജാവ് ഇങ്ങനെ കഴുത്തോളം വെള്ളത്തിൽ ഇങ്ങനെ മഞ്ഞുറയുന്ന ഒരു തടാകത്തിൽ രാത്രി ഉപേക്ഷിച്ച് കളഞ്ഞു. സ്വാഭാവികമായിട്ട് പുലരിയിൽ മനുഷ്യൻ തണുത്തുറഞ്ഞ് മരിച്ചു പോകും. എന്നിട്ടും പുലരിയിൽ ഇയാൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ മനുഷ്യൻ ഇപ്പോഴും ജീവിതം നിലനിൽക്കുന്നു. അയാൾ ഇപ്പോഴും മിടിക്കുന്നുണ്ട്. അയാൾക്ക് കാര്യമായ ഉലച്ചിൽ സംഭവിച്ചിട്ടില്ല. രാജാവാൾ ചോദിച്ചു, എങ്ങനെയാണ് നിനക്കിതിന് പറ്റിയത്? എന്തും മാന്ത്രിക വിദ്യ കാണിച്ചിട്ടാണ് ഇതിനകത്ത് നിന്ന് പുറത്ത് കടന്നത്? അയാൾ പറഞ്ഞു, ഈ കഴുത്തോളം തണുത്തുറഞ്ഞ ഈ വെള്ളത്തിൽ നിൽക്കുമ്പോൾ, ഈ മഞ്ഞുറഞ്ഞ തടാകത്തിൽ നിൽക്കുമ്പോൾ അങ്ങയുടെ കിളിവാതിൽ ആരോ കൊളുത്തി വെച്ചിരുന്ന ഒരു ദീപമുണ്ടായിരുന്നു. ആ ദീപത്തിലേക്ക് ഉറ്റുനോക്കിയാണ് ഞാൻ എൻ്റെ ഉള്ളിലെ നാളത്തെ അണയാതെ സൂക്ഷിച്ചതാണ്. ദൈവിക വാഗ്ദാനങ്ങളുടെ നാളത്തിലേക്ക് ഉറ്റുനോക്കി കുറേ കൂടി അവനവൻ്റെ ബലത്തെയും ജീവിതത്തെയും ഒക്കെ അണയാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു ധർമ്മം. നാലാമതായിട്ട് ഇങ്ങനെ വർത്തമാനത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ മിക്കവാറും പേര് ഇങ്ങനെ ഭൂതകാലത്തിൽ പെട്ടുപോവുകയാണ്. ഭൂതകാലമെന്ന് പറയുന്നത് പഴയ നിയമത്തിലെ തീയും ഗന്ധവും ഇറങ്ങിയ ലോത്തിൻ്റെ നഗരം കണക്കാണ്. അത് കത്തിപ്പോയൊരു നഗരത്തിലേക്ക് തിരിഞ്ഞു നോക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ മുമ്പോട്ട് പോകാനുള്ള സാധ്യതകളില്ലാതാക്കും. ഇത്ര പോയറ്റിക്കായിട്ടാണ് വേദപുസ്തകം പറയുന്നത്. ലോത്തിനോടും കുടുംബത്തോടും ദൈവം പറഞ്ഞു രക്ഷപ്പെട്ടുകൊള്ളുക, നഗരം തീയിലെരിയാൻ പോവുകയാണ്. ലോത്ത് ഓടി രക്ഷപ്പെടുന്നു. അല്ലെങ്കിൽ അതിനകത്തൊരു കണ്ടീഷൻ വെക്കുന്നു. എന്താണത്? ഓടിപ്പോകുമ്പോൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല. ലോത്ത് ഓടി രക്ഷപ്പെടുന്നു. ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കുന്നു. നോക്കി നിൽക്കെ അവൾ ഉപ്പുതൂണായിപ്പോയി. മാറ്റങ്ങളില്ലാത്ത, പരിഹാരങ്ങളില്ലാത്ത, ശമനങ്ങളില്ലാത്ത, തിരുത്തലുകളില്ലാത്ത ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യ ഉപ്പുതൂണായിപ്പോവും. അപ്പോൾ മിക്കവാറും പേര് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂതകാലത്തിലാണ്. അല്ലെങ്കിൽ ഭൂതകാലത്തിന് കപ്പം കൊടുക്കുന്നതാവും നിങ്ങളുടെ വർത്തമാനകാലം. ഈ നിമിഷം എന്ന് പറയുന്നൊരു ആശയത്തെ വേദപുസ്തകം മുന്നോട്ട് വെക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ വളരെയേറെ ആവർത്തിക്കപ്പെടുന്നൊരു വാക്കാണ് നുങ്കെന്ന് പറഞ്ഞൊരു വാക്ക്. ഇപ്പോൾ, ഈ നിമിഷം, നീ എന്നോടൊപ്പം ഇപ്പോൾ തന്നെ പ്രതീക്ഷയിലാണ്, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് പൂർത്തിയാകുന്നു, ഇന്ന് നിങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ വളരെ വർത്തമാനത്തിൽ നിൽക്കുന്നൊരു പുസ്തകമാണ് വേദപുസ്തകം. ഏത് കാലത്തിൽ വേദപുസ്തകം വായിക്കുമ്പോഴും അത് നമുക്ക് അർത്ഥപൂർണ്ണമായിട്ട് അനുഭവപ്പെടുന്നത് അതൊരു ഭൂതകാലത്തിൻ്റെ ക്രോണിക്കിളായതുകൊണ്ടല്ല, മറിച്ച് വർത്തമാന പുസ്തകമായതുകൊണ്ടാണ്. ആരോ പറയുന്ന കണക്ക് ലേൺ ടു റീഡ് യുവർ ബൈബിൾ ഇൻ പ്രസൻറ്റ് ടെൻസ്. ബൈബിൾ മാത്രമല്ല, ജീവിതത്തെ ഈ പ്രസൻറ്റ് ടെൻസിൽ വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ വർത്തമാനത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ നാലാമത്തത്. അഞ്ചാമതായിട്ട് ജീവിതം വെച്ച് നീട്ടുന്ന
പിന്നെ അഡാപ്ഷൻ എന്നൊക്കെ പറയുന്നൊരു ഘടകമുണ്ട്. നമുക്കറിയാം ദിനോസറുകൾ, നമ്മുടെ കത്തീഡ്രൽ പല്ലുകളേക്കാൾ വലിപ്പമുള്ള ജീവികൾ ഇല്ലാതെ പോയതിന് കാരണമായിട്ട് പറയുന്നത് മാറി വരുന്ന സാഹചര്യങ്ങൾക്ക് അനുരൂപപ്പെടാനായിട്ട് അവയ്ക്ക് കഴിഞ്ഞില്ല. അതിന് പറ്റുന്ന ജീവജാലങ്ങൾ മാത്രമേ ഈ പറഞ്ഞ ഈ സർവൈവൽ തിയറിക്കകത്ത് നിലനിൽക്കുന്നുള്ളൂ. ഒരു കുഞ്ഞു ജീവിയാണ് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും ആയുസ്സോ പഴക്കമുള്ള ജീവിക്കായിട്ട് കരുതപ്പെടുന്നത് പാറ്റ അവസ്ഥയിൽ. ആ പൊക്രാനിലും അവിടുത്തെ ആ ഒരു സ്ഫോടനത്തിലൊക്കെ പോലും ഇതിങ്ങനെ നിലനിന്നൊക്കെയാണ് പറയുന്നത്. തണുപ്പ് കാലത്ത് നിലനിൽക്കുന്നുണ്ട്, കൊടിയ വെയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ അവനവൻ എത്തിയിരിക്കുന്ന സാഹചര്യങ്ങളോട് ഇങ്ങനെ കുറച്ചുകൂടി അനുഭവപ്പെടാൻ പറ്റുന്ന ഒരു മെൻ്റൽ സെറ്റിംഗ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് കൊച്ചു കാര്യമല്ല. നമ്മൾ പ്രെയർ ഓഫ് സെറനിറ്റി എന്ന് പറയുന്ന വളരെ പ്രശസ്തമായൊരു പ്രാർത്ഥനയുണ്ട്. ഇത് വളരെയേറെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നത് ഗ്രൂപ്പാണ്, ഈ ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പാണ്. അവർക്കതിൻ്റെ ഉള്ള് കൃത്യമായിട്ട് പിടുത്തം കിട്ടിയിട്ടുണ്ട്. അത് വളരെ ലളിതമായൊരു വിചാരമാണ് ഒറ്റ നോട്ടത്തിൽ. പക്ഷെ അതിനകത്ത് ജീവിതത്തിൻ്റെ കണ്ടന്റ് കിടപ്പുണ്ട്. എന്നാണത്, ദൈവമേ മാറ്റാൻ പറ്റുന്നവയെ മാറ്റാനായിട്ട് എന്നെ ധൈര്യപ്പെടുത്തണമേ. 2, മാറ്റമില്ലാത്ത കാര്യങ്ങളെ സ്വീകരിക്കാനായിട്ട് എൻഡർ ചെയ്യാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ. 3, ഈ 2 കാര്യങ്ങൾക്കിടയിൽ എന്താണ് മാറ്റമുള്ളതെന്നും എന്താണ് മാറ്റമില്ലാത്തതെന്നുമുള്ള ആ ഒരു വ്യത്യാസം എനിക്ക് പറഞ്ഞു തരണമേ, അല്ലെങ്കിൽ ഏതൊക്കെയാണെന്ന് എനിക്ക് പറഞ്ഞു തരണമേ. എനിക്ക് തോന്നുന്നു ഇത്രയും മനസ്സമാധാനം തരുന്നൊരു പ്രയർ ആറ്റിറ്റ്യൂഡ് വേറെയില്ല. കുറേ അധികം കാര്യങ്ങളെ സ്വീകരിക്കാനായിട്ട് മനസ്സിനെ പഠിപ്പിക്കുക. കുറേ അധികം കാര്യങ്ങൾക്ക് ഇങ്ങനെ ഒറ്റനോട്ടത്തിലോ വളരെ പെട്ടെന്നോ പരിഹാരമൊന്നുമില്ല. ഈ പരിഹാരമില്ലാത്ത, ശമനമില്ലാത്ത ചില കാര്യങ്ങളെ സ്വീകരിക്കാനായിട്ട് മനസ്സിനെ ബലപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അഡാപ്ഷൻ എന്ന് പറയുന്നത് ഈ നിലനിൽപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. മാറുന്ന സാഹചര്യങ്ങൾക്കകത്ത് നമ്മുടെ റിജിഡായ സങ്കല്പങ്ങൾ, നമ്മളുടെ ഒത്തിരി നിറം പിടിപ്പിച്ച ഈ നൊസ്റ്റാൾജിക്കായ സങ്കല്പങ്ങളൊന്നും സഹായിക്കാൻ പോകുന്നില്ല. അപ്പോൾ 5, ഇങ്ങനെ കാലത്തിന് അനുരൂപപ്പെട്ടവരായിട്ട് അവനവനെ തന്നെ നവീകരിക്കാനുള്ള ജീവിതം ഓരോ ദിവസവും അതിൻ്റെ നവീകരണം അർഹിക്കുന്നുണ്ട്. അവസാനമായിട്ട് ഈ യാത്രയിൽ നമ്മുടെ വിശ്വാസമാണ് നമുക്ക് കൂട്ടുവരേണ്ടത്, ഫെയ്ത്ത്. യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, സർപ്പങ്ങളെ കണക്ക് വിവേകികളാവുക. നമ്മൾ മുമ്പൊരിക്കലൊക്കെ എന്താണ് ഇതിൻ്റെ സൂചന എന്നൊക്കെ കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കോൺടെസ്റ്റിൽ അതിനകത്തൊരു കാര്യം മാത്രം കണ്ടെത്തി നമുക്കൊരു പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കാമെന്ന് കരുതുക. സർപ്പം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഓർമ്മിക്കണം. മതപീഡനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വരികളൊക്കെ മത്തായി എഴുതി വെക്കുന്നത്. മതപീഡനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്താ ഈ സർപ്പത്തിന് ഇവയും കൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മളിങ്ങനെ സർപ്പത്തെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ സർപ്പം ഒരൊറ്റ കാര്യം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, അതിൻ്റെ തലക്കടി കൊള്ളാതെ സൂക്ഷിക്കുക. കാരണം തലക്കടി കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് മുമ്പോട്ടൊരു സെക്കൻഡ് പോകാനാവില്ല. തലക്കടി കൊണ്ടില്ലെങ്കിൽ പിന്നെയും ഒരു സർവൈവിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഈ ശിരസ് എന്ന് പറയുന്നത്? വിശ്വാസമാണ് ഈ ശിരസ്. ജീവിതം എന്തുമാത്രം ആഘാതങ്ങൾ നൽകുമ്പോഴും, എന്തുമാത്രം ഉലച്ചിലൂടെ കടന്നു പോകുമ്പോഴും, ബന്ധങ്ങൾ എന്തുമാത്രം കപ്പിൾച്ചേർത്തിൽ പെട്ടു പോകുമ്പോഴും, ഉറ്റവരുടെ ഉള്ളൊരുക്കുന്ന വിയോഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോഴും ചില അടിസ്ഥാന വിശ്വാസങ്ങളുടെ ശിരസ്സിന് അടികൊള്ളാതെ സൂക്ഷിക്കാനുള്ളതാണ്. ചില അടിസ്ഥാന വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഘടകങ്ങളൊക്കെ ഉണ്ടാകും. ഇതിനകത്ത് ഞാൻ അടിസ്ഥാന വിശ്വാസമായിട്ട് കരുതി വെക്കുന്ന റോമ 8:28 ഇതാണത്: തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവനെല്ലാം നന്മയായി പരിണമിപ്പിച്ചു. ഇവോൾവിങ് സ്റ്റാറ്റസ് ഈസ് ഗുഡ്നസ്. എല്ലാം നന്മയാണെന്ന് പറയാനാണെങ്കിൽ തലക്കകത്ത് ആൾപ്പാർപ്പം പാടില്ല. നിർഭാഗ്യവശാൽ ഇത്തിരി ആൾപ്പാർപ്പൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കതിനങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റില്ല. അതേപോലെ പക്ഷേ ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം: നന്മയായിട്ട് പരിണമിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എവിടൊക്കെയോ നമ്മുടെ ഉള്ളിലെ നന്മയെ പ്രകാശിപ്പിക്കുന്നുണ്ട്. ഉള്ളിലെ ഒരു തിരുനാളത്തെ കുറേ കൂടി ജ്വലിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ കുറേ കൂടി വിമലീകരിക്കുന്നുണ്ട്. മനസ്സിനെ കുറച്ചുകൂടി ഏകാഗ്രമാക്കുന്നുണ്ട്. പുതുവർഷം കുറേ കൂടി പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകാനായിട്ടുള്ള കാലമായിട്ട് കണ്ടെത്താനുള്ള അനുഗ്രഹം അവിടെ നമുക്ക് തരട്ടെ. കണ്ട വിചാരങ്ങളെ ഒന്ന് വേഗത്തിൽ ഒന്ന് സൂചിപ്പിച്ച് പോവുകയാണ്. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇതാണ്: കയ്യിലിനി എന്തവശേഷിക്കുന്നുണ്ട്? എന്തൊക്കെയാണ് നമ്മുടെ കൊട്ടയിൽ ഇനി ബാക്കിയുള്ളത്? എത്ര ചെറിയ അപ്പകഷ്ണങ്ങളാണെങ്കിലും അവൻ മുമ്പോട്ട് പോകാനുള്ള വലിയ വിരുന്നാക്കി രൂപപ്പെടുത്തുമെന്നുള്ളതൊക്കെയാണ്. ആരോ ഒരാൾ കടലിന് മീതെ തൻ്റെ
താഴാത്ത പാദങ്ങളുമായിട്ട് നടന്നു വരുന്നുണ്ട്. അയാൾ നമ്മുടെ കാറ്റും കോളും നിറഞ്ഞ ജീവിതത്തെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ബി സ്റ്റിൽ. ആ ശാന്തത വരും വർഷത്തിൽ അനുഭവിക്കാനായിട്ട് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.